ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് നല്ല രീതിക്ക് തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് ₹1 അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ വിഡ്രോ ചെയ്ത സ്പോട്ടിൽ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. വീഡിയോൻ്റെ അവസാനം ഞാൻ ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ഞാൻ മുമ്പേ കൂട്ടി പറയുകയാണ്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ആരെയും റഫറും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് റഫർ ചെയ്താലൊന്നും എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ പിന്നെ അധികം പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണമെങ്കിൽ മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു ലൂട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ടെലിഗ്രാം ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഞാനങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോൺ പേപ്പർ സീസർ പറഞ്ഞ ഗെയിമില്ലേ, ആ ഗെയിം കളിക്കുന്ന പോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. നെയിമും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത നമ്പർക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ OTP കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് ₹1 എന്ന് കാണിച്ചിട്ടുണ്ട്. ചെറിയ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോസ്റ്ററല്ല, ചെറിയൊരു നോട്ടീസാണ്. പിന്നെ നമുക്കിതിൽ ഈസി ആയിട്ട് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം. പിന്നെ ഇതിൽ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഉണ്ട്, അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യാനായിട്ട് നമ്മളിതിൽ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ₹210 എൻ്റെ വാലറ്റിലുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ പൈസ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മിനിമം ആഡ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ₹10 അപ്പോൾ നിങ്ങൾ ₹10 എൻ്റർ ചെയ്തതിന് ശേഷം പേ വിത്ത് Paytm എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ Paytm നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതിലെങ്ങനെ ഗെയിം കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ₹10 ഗെയിം കളിക്കുമ്പോൾ ₹20 ആയിട്ട് കിട്ടുന്നുണ്ട്. 25 കളിക്കുമ്പോൾ 50 ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ₹10 ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഓപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോൺ പേപ്പർ സീസർ പറയുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആൻസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റോൺ പേപ്പർ സീസർ പറഞ്ഞ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ലക്കുള്ള ഗെയിമാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. അപ്പോൾ നമുക്ക് 3 റൗണ്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ 3 റൗണ്ടിൽ നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങൾ വിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ₹20 കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഫൈനൽ റൗണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റൗണ്ടിൽ നമ്മൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ്. പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ മാത്രം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക. അങ്ങനെ നമ്മളിവിടെ സ്റ്റോണാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. അങ്ങനെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും 3 റൗണ്ടിൽ നമ്മൾ 2 റൗണ്ട് നമ്മൾ വിൻ ചെയ്തു. അങ്ങനെ നമുക്ക് ₹20 നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഏൺ ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ വാലറ്റ് എടുക്കുക. വാലറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും 210 ഉള്ളൂ, ഇപ്പോൾ 218 ആയിട്ടുണ്ട്. നമുക്ക് 10ൻ്റെ ഗെയിം കളിക്കുമ്പോൾ 20 കിട്ടുമെന്ന് പറഞ്ഞാൽ ₹2 ടാക്സ് ആയിട്ട് ഈടാക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ UPIയിലോട്ട് തന്നെ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. Paytm വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ Paytm നമ്പർ .wallet@paytm പറഞ്ഞ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ഡെയിലി നമുക്ക് ₹500 വരെയൊക്കെ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് ₹1 അപ്പോൾ ഞാനിവിടെ ആദ്യം വിഡ്രോ ചെയ്യുന്നത് ₹218. അപ്പോൾ ഞാൻ 218 എന്ന് എൻ്റർ ചെയ്തിട്ട് ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 218 എന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യെസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ Paytm വാലറ്റിലോട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ വിഡ്രോ ചെയ്ത ഏത് അക്കൗണ്ടിലോട്ടാണോ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ Paytm വാലറ്റിലോട്ടല്ല വിഡ്രോ ചെയ്ത് നമ്മുടെ UPIയിലോട്ടാണ് വിഡ്രോ ചെയ്ത്. അപ്പോൾ ഇനി ഞാൻ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി നമുക്ക് ബാക്കിയുള്ള ₹100 കൂടി വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ 100 എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് യെസ് എന്ന ഭാഗത്തും കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100ൻ്റെയും 118ൻ്റെയും പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമുക്ക് 118 നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്കിലോട്ടും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 118ൻ്റെ കാണിച്ചു തരാം. 118 അല്ല,
100 രൂപ കൂടിയും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പേയ്മെൻറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.